ഞാനിവിടെ ഒരു കൊച്ചു പ്രസംഗമായിട്ടാണ് വന്നിരിക്കുന്നത്. പണ്ഡിതനും പാൽക്കാരിയും. ഒരു ഗ്രാമത്തിൽ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദിവസവും അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും ഒരു സ്ത്രീ പാൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. അവൾക്ക് ദിവസവും നദി കടന്നു വേണം വരേണ്ടിയിരുന്നത്. ഇത് പണ്ഡിതന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇത് കണ്ട പണ്ഡിതൻ ഒരു ദിവസം അവളോട് ചോദിച്ചു, "നീ എന്തിനാ കൂടെ കൂടെ താമസിച്ചു വരുന്നത്?" അവൾ പറഞ്ഞു, "ഞാൻ വരുന്ന വഴിയിൽ ഒരു നദിയുണ്ട്. ആ നദി കടന്നു വേണം എനിക്കിവിടെ വരാൻ. ചിലപ്പോൾ വഞ്ചിക്കാരൻ വരാൻ താമസിക്കും. അതാണ് സ്വാമി എന്റെ പ്രശ്നം" എന്ന് അവൾ പറഞ്ഞു. ഇത് കേട്ട പണ്ഡിതൻ അവളോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, രാമനാമം ചൊല്ലിക്കൊണ്ട് നദി കടന്നു വരിക എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് പാൽക്കാരി പാൽ കൃത്യസമയത്ത് എത്തിക്കുമായിരുന്നു. ഇത് കണ്ട പണ്ഡിതൻ അവളോട് ചോദിച്ചു, "നീ കൃത്യസമയത്താണല്ലോ വരുന്നത്, ഞാൻ പറയുന്നത് ചെയ്യുന്നുണ്ടോ?" എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, "അതെ സ്വാമി, രാമനാമം ചൊല്ലിക്കൊണ്ട് ഞാൻ നദി കടന്നു വരികയാണ്" എന്ന് പറഞ്ഞു. ഇത് കണ്ട പണ്ഡിതനും തോന്നി. അദ്ദേഹം പിറ്റേ ദിവസം തൊട്ട് പാൽക്കാരിയുടെ പിറകെ കൂടെ പോയി മുണ്ടിനെ ഉയർത്തിപ്പിടിച്ച് നദിയിൽ കാൽ വെച്ചു. പക്ഷേ അദ്ദേഹത്തിന് നദി കടന്നു പോകാൻ സാധിച്ചില്ല. ഇത് കണ്ട പാൽക്കാരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, "എന്താ സ്വാമി, ഭഗവാന്റെ നാമവും ചൊല്ലുന്നു, മുണ്ടും പൊക്കി പിടിക്കുന്നു." ഇത് കേട്ട പണ്ഡിതൻ തല താഴ്ത്തി. ഇതിൽ നിന്നും ഈശ്വരന്റെ നാമം പരിപൂർണ വിശ്വാസത്തോടു കൂടി ജപിക്കുന്നവരെ ഈശ്വരനാമം രക്ഷിക്കും. അതുകൊണ്ട് നാം എല്ലാവരെയും ഭക്തിയോട് മാത്രമേ കാണാവൂ. അതിന് മാത്രമേ ഈശ്വരൻ അനുഗ്രഹിക്കുള്ളൂ. ഇതോടെ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.